ഗുഡ് മോർണിംഗ്. കോഫി വിത്ത് ക്രൈസ്റ്റ്. അവസാന വിധി ദിവസത്തിൽ നമ്മളോട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യന്റെ മോഡൽ പേപ്പർ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ? മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഇന്നും ഒന്നിച്ച് ചിന്തിക്കാം. അതിന്റെ രണ്ടാമത്തെ പാർട്ട്, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇതൊക്കെയും പറയുന്നത് എൻ്റെ ഈ എളിയ സഹോദരങ്ങൾക്ക് നിങ്ങൾ ഇത് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ്. അതിന്റെ വിശാലമായ അർത്ഥം, ഡെപ്തിലുള്ള ആ വാക്യത്തിന് അർത്ഥമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും പൊതുവായിട്ടുള്ള ഒരു കാര്യം നമുക്കിന്ന് ധ്യാനിക്കാം. ഒരാൾക്ക് വീടില്ലാതെ വിഷമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അഭയമില്ലാതെ, മക്കളില്ലാതെ, കയറിപ്പോകാനായിട്ട്, ചെന്ന് പാർക്കാനായിട്ട് ഒരു ഇടമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് നിനക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിച്ചു? ഒത്തിരി അങ്ങനെ അനുഭവങ്ങൾ നമുക്കുണ്ടല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഉടനെ നമ്മൾ ചിന്തിക്കും, ഞാനെന്ത് ചെയ്യാനാ? എൻ്റെ വീട്ടിലേക്ക് അവരെ കയറ്റി താമസിപ്പിക്കാൻ പറ്റുമോ? അതിനുള്ള സാമ്പത്തികം എനിക്കുണ്ടോ? അതിനുള്ള അവസ്ഥ എനിക്കുണ്ടോ? തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന പലർക്കും അതുണ്ടാവില്ല. ആ ഒരു സാഹചര്യം നമുക്കില്ല. എങ്കിലും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു വെല്ലുവിളി. ഇന്ന് ഓഗസ്റ്റ് മാസം അവസാന വാരത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് അല്ലേ? ഈ 2025 പിറന്നിട്ട് ഇത്രയും മാസങ്ങൾ, 8 മാസങ്ങൾ കഴിഞ്ഞു. ഈ 8 മാസത്തിനുള്ളിൽ എന്നെങ്കിലും ഒരു ദിവസമെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും ഇത്തരം ആൾക്കാർ താമസിക്കുന്ന അഭയം കൊടുക്കുന്ന കേന്ദ്രങ്ങളിൽ നിങ്ങൾക്കൊന്ന് സന്ദർശിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അവിടെ ഒരു സോപ്പ് കഷ്ണം, ഒരു കുളിക്കുന്ന സോപ്പ്, ഒരു 2-3 തോർത്ത് ഒക്കെ ആയിട്ട് ഈ വർഷം ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് അവിടെ സന്ദർശിക്കാനായിട്ട് സാധിക്കും. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന നമ്മുടെ മുൻപിൽ ഇതൊരു വെല്ലുവിളിയായിട്ട് ഇരിക്കട്ടെ. ഇത് ഭൗതിക, ആ വാക്യത്തിന്റെ ഭൗതിക വശം. ഇനി ഇതിന്റെ ആത്മീയ വശം ഉണ്ട്. അതിന് മുൻപായിട്ട് ഒരു വാക്യം നമ്മളെ ഓർക്കണം. ഇവിടെയൊക്കെ പോകുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും 2 കൊറിന്തോസ് 5:14 നമ്മുടെ മനസ്സിൽ തള്ളി തള്ളി വരണം. എന്താണ് ആ വാക്യം? ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. ആളാകാനായിട്ടല്ല, ഞാനിത് ചെയ്തു എന്നുള്ള ഒരു തൃപ്തി വരുത്താനല്ല, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. ഇനി എന്താണ് ഇതിന്റെ ആത്മീയ വശമെന്ന് നമുക്ക് നോക്കാം. 1 പത്രോസ് 2:11 ആ സമയത്ത് തന്നെ നമ്മൾ പറയുന്നു, പരദേശി. ആരാണ് ഈ പരദേശി? അവിടെ പറയുന്നു, ഇവിടെ നമ്മളെല്ലാവരും പരദേശികളും യാത്രക്കാരുമാണ്. ഹെബ്രായർ 13:4 പറയുന്നു, നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു നഗരമില്ല. ഇതൊക്കെ കേട്ട് നിരാശനാകാനല്ല കേട്ടോ. വചനത്തിൽ അതിനുള്ള പ്രത്യാശയും തരുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 3:20 പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, അതാണ് നമ്മുടെ ലക്ഷ്യം. സോ ഈ യാത്ര, സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയിൽ നമ്മൾ ഇവിടെ ഈ ഭൂമിയിലായിരിക്കുന്നു. അത് വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ ഈ പ്രത്യാശ നമുക്ക് ആദ്യം ഉണ്ടാകണം. അത് തീർക്കാനായിട്ട്, ആ യാത്രയിലേക്ക് എത്താനായിട്ടുള്ള ഒരു പ്രത്യാശ, ഇതെന്നും മറക്കാതെ ഓർക്കുകയും ചെയ്യണം. ഇതാദ്യം എൻ്റെ സ്വന്തമാകണം. ഞാൻ പരദേശിയാണ് ഇവിടെ എന്നുള്ളത് സത്യം മനസ്സിലാക്കണം. അതേപോലെ തന്നെ എനിക്കൊരു പ്രത്യാശയുണ്ടെന്ന് മനസ്സിലാക്കണം. ഈ പ്രത്യാശ എൻ്റെ മുൻപിൽ വരുന്ന എൻ്റെ സഹോദരനായിട്ടുള്ള, യേശുവിൻ്റെ സഹോദരനായിട്ടുള്ള ഒരാൾക്ക്, അദ്ദേഹം പരദേശിയാണെന്നുള്ള നിരാശയിലിരിക്കുമ്പം അയാൾക്ക് ഒരു പ്രത്യാശ കൊടുക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നുണ്ടെങ്കിൽ ആത്മീയ വശവും നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ആത്മീയമായിട്ടുള്ള പ്രത്യാശ കൊടുക്കണം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതിന്റെ രണ്ടാമത്തെ പോർഷൻ, നഗ്നനെ ഉടുപ്പിക്കണം. ഭൗതികമായി നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന നന്മകൾ ഇതൊക്കെ എത്രയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കഴിവ് പോലെ ചെയ്യാനായിട്ട് നമ്മൾ ഉത്സാഹിക്കാറുമുണ്ട്. പക്ഷെ അതിന്റെ ആത്മീയ വശമെന്ന് നോക്കി, ഉൽപ്പത്തി 3:11 കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? നന്മ തിന്മകൾ സ്വയം തിരിച്ചറിയാനായിട്ട് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആദത്തിന് അത് മനസ്സിലായത്, താൻ നഗ്നനും സ്വയം നഗ്നനാണെന്നുള്ള തിരിച്ചറിവ് ആദത്തിനുണ്ടായത്. ഇന്നത്തെ നമ്മുടെ യോയോ പിള്ളേരൊക്കെ പറയുന്നില്ലേ, മൈ ബോഡി മൈ റൈറ്റ്, എൻ്റെ ഇഷ്ടം, ഞാൻ എന്താ തീരുമാനിക്കുമെന്ന്, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ തീരുമാനിക്കും. ഹു ആർ യു? ഈ ചോദ്യമാണ് ആത്മീയമായിട്ട് പറയുമ്പോഴത്തേക്കും നമ്മളെ നഗ്നതയിലേക്ക് നടത്തുന്നത്. വെളിപാട് പുസ്തകം 3:17 ലവദോക്യയിലെ സഭയോട് കർത്താവ് പറയുന്നു, ഞാൻ സമ്പന്നനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു, എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനും ആണെന്ന് നീ അറിയുന്നില്ലേ? എന്താണ് ഈ നഗ്നത മാറ്റാനുള്ള മാർഗം? വെളിപാട് പുസ്തകം 16:5 പറയുന്നു, ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു, നനയാത്ത നേരത്ത് നഗ്നനായി മറ്റുള്ളവരുടെ മുൻപിൽ ലജ്ജരായി തീരാതിരിക്കാൻ വസ്ത്രം ധരിച്ച് ഉണർന്നിരിപ്പിൻ.
മത്തായി സുവിശേഷം 22:11 പറയുന്നു, രാജാവ് വിരുന്നുകാരോട് പറയാണ്, വിരുന്നുകാരിൽ ഒരാളോട് പറയാണ്, നീ എങ്ങനെ ഇതിൻ്റെ അകത്ത് കയറി? നിന്റെ വിവാഹ വസ്ത്രം എവിടെ? അപ്പൊ എന്താണ് ഈ വിവാഹ വസ്ത്രം? എന്നെ നഗ്നത മറയ്ക്കുന്ന വിവാഹ വസ്ത്രം എന്താണ് അതിന്റെ പരിഹാരം? വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, കുഞ്ഞാടിന്റെ മണവാട്ടിയാകണം. അപ്പോഴെന്ത് പറ്റും? ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടു. ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവർത്തികൾ തന്നെ. വെളിപാട് പുസ്തകം 3:18 പറയുന്നു, നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിതനാകാതിരിക്കാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. യേശു തരുന്ന നീതിയുടെ കൃപയുടെ വസ്ത്രം. ആലപ്പുഴ രൂപതയുടെ കുരിശിന്റെ വഴി 10-ാം സ്ഥലം എത്തുമ്പോഴത്തേക്കും ഒരു പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്. യേശുവിന്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ പാട്ടിന്റെ വരികൾ എങ്ങനെയാണ്? അവസാന വാക്യം, ജ്ഞാനസ്നാനത്തിൽ കാരുണ്യപൂർവം ലബ്ധമായോരാ തൂവെള്ള വസ്ത്രം, ദൈവദാനങ്ങൾ തൻ ദീപ്തി പൂണ്ടൊരന്യൂനമാം വസ്ത്രം കൈവിടായുവാൻ വരം നൽകണേ നാഥ. അപ്പം ആത്മീയമായിട്ടുള്ള നാം പരദേശിയാണെന്ന് തിരിച്ചറിയണം. എൻ്റെ മുന്നിലേക്ക് പരദേശിയായി എത്തുന്നവർക്ക് ഒരു പ്രത്യാശ കൊടുക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ രണ്ട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള നഗ്നത നമ്മളും മറയ്ക്കണം. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആൾക്കാരെ ആ നഗ്നത മറയ്ക്കുന്നതിനുള്ള വചനങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി അവരുടെയും ആത്മീയ നഗ്നതയും ഭൗതിക നഗ്നതയും മറയ്ക്കാനായിട്ട് സാധിച്ചെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഉത്തരം കൊടുക്കാനായിട്ട് ആ ദിവസം നമുക്ക് സാധിക്കും. ദൈവം കൃപ നൽകട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.